നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. സാർ, അങ്ങനെ എല്ലാം റെഡിയാണ് എന്ന് പ്രഖ്യാപിച്ച സതീശൻ ഇപ്പോൾ ഒരു കീറാമുട്ടിയായി മാറിയിരിക്കുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം. യാതൊരുവിധ പ്ലാനിങ്ങും കൂടിയാലോചനയും ഇല്ലാതെയാണ് UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്, ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ള ആക്ഷേപവും ഒരു ഭാഗത്ത് കേൾക്കുന്നുണ്ട്. എന്നാൽ ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന് തന്നെ വെല്ലുവിളിയായിരിക്കുന്നത് സുധാകരനാണ്, കെ സുധാകരനാണ്. കണ്ണൂരിൽ സ്ഥാനാർത്ഥിത്വം നൽകിയില്ലെങ്കിൽ പാർട്ടി വിട്ടു പോകുമെന്നുള്ള വലിയൊരു ബോംബ് പൊട്ടിച്ച് ഏറ്റവും അവസാനം നേതൃത്വത്തെ തന്നെ, ഹൈക്കമാൻഡിനെ തന്നെ വിരട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് സുധാകരൻ പോകുന്നു എന്നാണ് പറയുന്നത്. എന്താണ് ശരിക്കും ഇപ്പോൾ കണ്ണൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രണ്ട് തലത്തിലുള്ള പാളിച്ചയാണ് സംഭവിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ. ഒന്ന്, കേരളത്തിലെ കോൺഗ്രസ് സംഘടന കൈകാര്യം ചെയ്യുന്ന നേതാക്കളുടെ ഒരു പക്വതയില്ലായ്മ. മുമ്പൊക്കെ ഒരു വശത്ത് ഉമ്മൻചാണ്ടി, മറുവശത്ത് ആദ്യ കാലഘട്ടങ്ങളിൽ കരുണാകരൻ, പിന്നീട് നമ്മൾ കണ്ടു രമേശ് ചെന്നിത്തല. 2011-16 കാലഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയുമായിരുന്നു ഒരു മേശയുടെ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്നത്. രണ്ടുപേർക്കിടയിൽ എന്തെങ്കിലും തർക്കങ്ങളുണ്ടാകുമ്പോൾ AK ആൻ്റണി അതിലൊരു മധ്യസ്ഥത വഹിക്കും. പൊതുവേ AK ആൻ്റണിയുടെ മനസ്സ് A ഗ്രൂപ്പ് ആണെങ്കിലും ഈ കോൺഗ്രസിനൊരു പ്രത്യേകതയുണ്ട്. അവർ ചില കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുത്താൽ പിന്നീട് ഗ്രൂപ്പ് വ്യത്യാസം മറന്ന് ഒരു പൊതു ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കും. ഇപ്പോഴത്തെ നേതൃത്വത്തിൻ്റെ ഒരു ശൈലി നോക്കുമ്പോൾ പ്രവർത്തകർക്കെന്നല്ല, സാധാരണ ജനങ്ങൾക്ക് പോലും ഒരു നിരാശ തോന്നും. കാരണം ഒരു വശത്ത് VD സതീശൻ നിൽക്കുന്നു, മറുവശത്ത് രമേശ് ചെന്നിത്തല നിൽക്കുന്നു. എപ്പോൾ വേണമെങ്കിലും ഇവരുടെ രണ്ടുപേരുടെയും ഈ കസേര ആരിലെങ്കിലും ഉറച്ചില്ലെങ്കിൽ അത് തട്ടിയെടുക്കാൻ KC വേണുഗോപാൽ നിൽക്കുന്നു. അവസരം നോക്കി ആ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ട് കെ സുധാകരൻ്റെ ഒരാഗ്രഹം, ഈഴവ പ്രാതിനിധ്യം ഉയർത്തി അടൂർ പ്രകാശ് ഇത്തരമൊരു മുഖ്യമന്ത്രി കസേരയ്ക്ക് ലക്ഷ്യമിടുന്നു. ചുരുക്കത്തിൽ വലിയ നേതാക്കളുടെ ഒരു കിടമത്സരം ഒരു വശത്തുണ്ട്. മറുവശത്ത് നേതാക്കൾക്കിടയിൽ പ്രത്യേകിച്ച് സമവായമൊന്നുമില്ല. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും ഗ്രൂപ്പ് പോരിലാണ്. മുമ്പത്തെ ഒരു കോൺഗ്രസ് സംഘടനയെ കൈകാര്യം ചെയ്യുന്ന രീതിയിലല്ല ഇവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഒരു നേതാവിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് മറ്റു നേതാവിന് അറിയില്ല. ഇവർക്കിടയിൽ ഒരു കെമിസ്ട്രി ഇല്ല, ഒട്ടുമില്ല. ആ കെമിസ്ട്രി ഇല്ലായ്മയാണ് ഒടുവിൽ വലിയൊരു പൊട്ടിത്തെറിയിലെത്തിയത്. കെ സുധാകരൻ ഒരു നിസ്സാര നേതാവല്ല. കെ സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം നമുക്കറിയാം, 2021 ശേഷം KPCC അധ്യക്ഷ പദവിയിലെത്തിയ ആളാണ്. ദീർഘകാലം KPCC അധ്യക്ഷ പദവിയിൽ ഇരുന്ന ഒരു വലിയ തലയെടുപ്പുള്ള മുതിർന്ന നേതാവാണ്. മുൻകാലത്ത് I ഗ്രൂപ്പിൻ്റെ ഭാഗമായി ചിലപ്പോൾ സുധാകരൻ ഒറ്റയ്ക്ക്, അങ്ങനെ സുധാകരൻ ഒരു ഒറ്റയാൾ പോരാട്ടമായി നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും മുതിർന്ന നേതാക്കൾ സുധാകരനുമായി വലിയൊരു ആശയവിനിമയം പുലർത്തിയിരുന്നു. ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റിന് സുധാകരനെ പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്. മുമ്പ് കേരളത്തിന് വനം മന്ത്രിയായിട്ടുണ്ട്, 3 പ്രാവശ്യം MLA ആയിട്ടുണ്ട്, 3 പ്രാവശ്യം MP ആയിട്ടുണ്ട്. പക്ഷെ മറ്റൊരു നേതാവിനും അവകാശപ്പെടാനാവാത്ത പല സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന ഒരു നേതാവ് സുധാകരൻ. 6 തവണ CPM ഗുണ്ടകളുടെ വധശ്രമം അതിജീവിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ കോൺഗ്രസ്സുകാർ ഇത്തിരി തള്ളാണ് സുധാകരൻ എന്ന് പറയുമ്പോഴും സുധാകരനെ വധിക്കാൻ അവർ ഉന്നം പാർത്തിരുന്നു. നമുക്കറിയാം, ഈ പിണറായി വിജയൻ മന്ത്രിസഭയുടെ കാലത്ത് KPCC അധ്യക്ഷ പദവിയിൽ എത്തിയതിന് ശേഷം ബ്രണ്ണൻ കോളേജിൽ വെച്ച് അന്ന് പിണറായി വിജയനെ താൻ ഒറ്റയടിക്ക് താഴെ ഇട്ടു എന്നാണ് സുധാകരൻ പറഞ്ഞത്. അത് നിഷേധിക്കാൻ പിണറായി വിജയൻ അന്ന് പാടുപെട്ടു. അന്ന് ബ്രണ്ണൻ കോളേജിൽ നടന്ന ഒരു സമരപരിപാടിയുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടേക്ക് ഓടി വന്ന പിണറായി വിജയൻ അന്ന് പരീക്ഷ എഴുതാൻ വേണ്ടി കോളേജിൽ വേറെ എവിടുന്ന് വന്നാണ്, ഒറ്റയടിക്ക് ഞാൻ അടിച്ച് താഴെ ഇട്ടു എന്നാണ് പറഞ്ഞത്. പിന്നെ ആ ചമ്മൽ മാറ്റാൻ പിണറായി പറഞ്ഞു, ഞാൻ വാളുകൾക്കിടയിലൂടെ നടന്നു വന്ന പാരമ്പര്യമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ആ കാലഘട്ടം മുതൽ നോക്കിയാൽ പിണറായി വിജയൻ ഉള്ളിൽ കുറിച്ചു വെച്ച ഒരു പേരാണ്. കണ്ണൂർ രാഷ്ട്രീയത്തിൽ CPM എന്നും തങ്ങളുടെ ഒരു കൊലയാളി രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തിയ ഒരു ശത്രുവ്. അവരെ അതിജീവിച്ചുവെങ്കിൽ സുധാകരൻ അത്ര നിസ്സാരക്കാരനല്ല. ഇപ്പോൾ പ്രായമായി, സുധാകരന് വെളിവില്ല, വിവേകമില്ല എന്നൊക്കെ ചില നേതാക്കൾ പറഞ്ഞു പരത്തുന്നുണ്ട്. പ്രായമായത് ശരിയാണെങ്കിലും പ്രായമായതിൻ്റെ പേരിൽ വലിച്ചെറിയണോ എന്ന് ചോദിക്കുന്ന ഒരു മറുവിഭാഗമുണ്ട്. സുധാകരന് കൊടുക്കേണ്ട എല്ലാ പരിഗണനയും ബഹുമാനവും കൊടുത്ത് ഒപ്പം നിർത്തുന്നതിൽ ഈ നേതൃത്വം പരാജയപ്പെട്ടു ഒരു വശത്ത്. രണ്ടാമത്, ഡൽഹി ചർച്ചകളിലേക്ക് സുധാകരൻ ആദ്യഘട്ടത്തിൽ താനും ഒരു പങ്കാളിയാകുമെന്നൊക്കെ ധരിച്ചിരുന്നു. കാരണം കണ്ണൂർ മേഖല, മലബാർ മേഖല തൻ്റെ ഇഷ്ടത്തിന് കുറച്ച് MLA മാരെ അവിടെ
വാർത്തെടുക്കണമെന്ന് സുധാകരന് വലിയ ആഗ്രഹമുണ്ട്. സുധാകരൻ ഏകദേശം 10ഓളം MLA-മാരുടെ ഒരു ലിസ്റ്റൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നു. എന്നാൽ അതിനെ അറച്ചപ്പുറത്തും വെട്ടിക്കളഞ്ഞു ഈ VD സതീശനും KC വേണുഗോപാൽ. അതിനൊരു കാരണമുണ്ട്. സുധാകരൻ എല്ലാ കാലത്തും VDയുടെ വലിയ കടുത്ത ശത്രുവാണ്. 2022 മുതൽ 24 വരെ പലപ്പോഴും ഇരുവരും തമ്മിൽ വലിയ കൊമ്പുകോർക്കലുണ്ടായി. ഈ കൊമ്പുകോർക്കലിലൊക്കെ അന്ന് സുധാകരൻ നല്ല തലയെടുപ്പോടെ നിൽക്കുന്നു. വാർത്താ മാധ്യമക്കാരുടെ മുന്നിലിട്ട് ഒരിക്കൽ സതീശനെ പച്ച തെറി വിളിച്ച് സുധാകരൻ ഇയാളെവിടെ പോയി കിടക്കുക എന്നൊക്കെ ചോദിക്കുന്ന രംഗം. പിന്നീട് KPCCയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് വന്ന കാലഘട്ടത്തിൽ അന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ ഇടപെടലുകളെ വളരെ നിശ്ചിതമായി വിമർശിച്ച സുധാകരൻ പിണറായി വിജയനെ ഇങ്ങനെയൊന്നും എതിർത്താൽ പോരാ എന്ന് പച്ചയ്ക്ക് പറഞ്ഞ സുധാകരൻ, പിണറായിക്കൊപ്പം നമുക്കറിയാം ഓണസദ്യ കഴിക്കാൻ പോയ സുധാകരനെ ഓണസദ്യ കഴിക്കാൻ പോയ സതീശനെ എടുത്തുടുത്ത സുധാകരൻ. അങ്ങനെ വളരെ ഷാർപ്പാണ് സുധാകരൻ്റെ പല പ്രതികരണങ്ങളും. ഒരിക്കലും CPM-മായോ പിണറായിയുമായോ ഒരു കോംപ്രമൈസ് ശൈലി സുധാകരനില്ല. ഒരു ആക്രമണത്തിൻ്റെ ശൈലിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സർക്കാർ സുധാകരനെ അറസ്റ്റ് ചെയ്തതുവരെ. ഇല്ലാത്ത കള്ളക്കേസിൻ്റെ പേരിൽ സുധാകരനെ ഒന്ന് വിരട്ടാൻ നോക്കിയാണ്. അവിടെയും ഒരു സിംഹഗർജനമാണ് നമ്മൾ സുധാകരനിൽ നിന്ന് കേട്ടത്. ഇത് സുധാകരൻ്റെ പശ്ചാത്തലം. ഇത്തരമൊരു പശ്ചാത്തലമുള്ള സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അന്ന് നീക്കുമ്പോൾ രാഹുൽ ഗാന്ധി നേരിട്ടൊരു വാക്ക് കൊടുത്തിരുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരവസരം തരാമെന്നും കേരളത്തിലെ മന്ത്രിസഭയിൽ ഒരു മുഖ്യ സ്ഥാനം സുധാകരൻ ഉണ്ടാകുമെന്നും. അത് സുധാകരൻ്റെ ഒരു പ്രത്യേക വാശിയാണ്. 10 വർഷം കേരളം ഭരിച്ചു മുടിച്ച പിണറായി തന്നെ അറസ്റ്റ് ചെയ്തു. ഇതേ പിണറായിക്ക് മുന്നിൽ കേരളത്തിൻ്റെ അധികാരഘടനയിൽ ഏറ്റവും ഉയർന്ന ഏതെങ്കിലും ഒരു തലത്തിലെത്തി CPM-നെയും പിണറായിയും വെല്ലുവിളിക്കുക എന്നൊരു വാശിയുടെ അടയാളം കൂടിയാണ് സുധാകരൻ. അതുകൊണ്ട് സുധാകരനുള്ളിൽ പോറിയ ഒരു വാശിയാണ് അത്. ഈ വാശിയിലാണ് സുധാകരൻ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പാർലമെൻറ്റിലേക്കില്ല എന്ന നിലപാടെടുത്തത്. പക്ഷെ അന്ന് ദേശീയ നേതൃത്വം പ്രത്യേകിച്ച് ഹൈക്കമാൻഡ് ശക്തമായ സമ്മർദ്ദം ചെലുത്തി. സുധാകരൻ മത്സരിച്ചാൽ മാത്രമേ കണ്ണൂർ സീറ്റ് പാർലമെൻറ്റിൽ നമുക്ക് നിലനിർത്താൻ കഴിയൂ, സുധാകരൻ ഇറങ്ങണം. ഒടുവിൽ സുധാകരനെ കളത്തിലിറക്കുന്നതിൽ കോൺഗ്രസ് വിജയിച്ചു. പക്ഷേ സുധാകരൻ എന്നൊരു വാക്ക് വാങ്ങിയിരുന്നു. അതാണ് ഇക്കൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന്. ഇതിനിടയിൽ എന്ത് സംഭവിച്ചു? VD സതീശന് ചില ബോധോദയമുണ്ടായി. അതിൽ കുറേ വാസ്തവമുണ്ട്. VD സതീശൻ്റെ കണക്കൂട്ടലിൽ സുധാകരന് ഈ പ്രായാധിക്യം കൊണ്ട് ഒരു വിവേകമൊക്കെ നഷ്ടപ്പെട്ട മട്ടിലാണ്. അതുകൊണ്ട് തന്നെ കണ്ടാൽ ചതുർത്ഥിയാണ്. അപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രിയാകാൻ സുധാകരനുള്ളിടത്തോളം കാലം അനുവദിക്കില്ല. അദ്ദേഹത്തിനൊപ്പമുള്ളവരെയൊക്കെ അണിനിരത്തി VDക്കെതിരെ വളരെ ശക്തമായ നിലപാടെടുക്കും. ഇത് മുന്നിൽ കണ്ട് സുധാകരനെ അങ്ങ് കട്ട് ചെയ്യണമെന്ന് VD ഉറപ്പിച്ചു. അതുകൊണ്ടാണ് തുടക്കം മുതൽ ഒരു പോളിസി സ്വീകരിച്ചത്. തൽക്കാലം MP-മാർ കേരളത്തിൻ്റെ മത്സര ചിത്രത്തിലേക്ക് വരേണ്ടതില്ല. MP-മാർ ഒരാൾ മത്സരിക്കാമെന്ന എല്ലാവർക്കും ആവശ്യങ്ങൾ വരും. ഇതിനെ തുടർന്നാണ് അടൂർ പ്രകാശ് കളത്തിലിറങ്ങിയത്. അടൂർ പ്രകാശ് കളത്തിലിറങ്ങിയതിന് ആദ്യം ഒരു പക്ഷേ നമ്മുടെ സതീശൻ്റെ ഒരു പിന്തുണ ഉണ്ടാവും. പക്ഷേ MP-മാർ മത്സരിക്കാൻ ഇറങ്ങിയാൽ ഇതെല്ലാം തനിക്ക് വലിയ വിഘ്നമുണ്ടാക്കുമെന്ന് സതീശൻ മനസ്സിലാക്കി. കാരണം ഈ KS മത്സരിക്കുന്നത് മാത്രമല്ല, KC MP-യാണ്, രാജ്യസഭ MP-യാണ്. അതെ, ഇലക്ഷന് ശേഷം വേണമെങ്കിൽ ഒരു ബൈ ഇലക്ഷൻ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ വെപ്പിച്ചുകൊണ്ട് KCക്ക് മുഖ്യമന്ത്രിയാകാം. അപ്പോൾ വലിയ വെല്ലുവിളിയാണ് മുൻപൊന്നും ഒരു പ്രതിപക്ഷ നേതാവ് നേരിടാത്ത തലത്തിൽ ഇപ്പോൾ VD സതീശൻ നേരിടുന്നത്. നമുക്കറിയാം 2021 തെരഞ്ഞെടുപ്പിൽ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് പോലും ഇത്തരം സമ്മർദ്ദമില്ലായിരുന്നു. കാരണം അന്ന് മുഖ്യമന്ത്രി കസേരയിലേക്ക് രമേശ് ചെന്നിത്തല വരും എന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു. മന്ത്രിസഭയിലേക്കുള്ള ആളുകളെ വരെ രമേശ് ചെന്നിത്തല കണ്ടുവച്ചിരുന്നു. ഭരണസിരാകേന്ദ്രത്തിൽ ഇരിക്കേണ്ട ഉദ്യോഗസ്ഥരെ വരെ അദ്ദേഹം നിശ്ചയിച്ചിരുന്നു. അവിടെ നിന്ന് തികഞ്ഞ ഒരു അനിശ്ചിതത്വത്തിലേക്കാണ് ഇപ്പോൾ VD സതീശൻ്റെ ഈ ഒരു ഇരിപ്പ്. നമുക്കറിയാം സുധാകരനെ സംബന്ധിച്ച് അതൊരു സിംഹഗർജനമാണ്. അദ്ദേഹം ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അതിൽ ഒരു വിശ്വാസ്യതയുടെ പ്രശ്നം ഹൈക്കമാൻഡ് നേരിടുന്നുണ്ട്, വലിയ സമ്മർദ്ദമുണ്ട്. ഈ സുധാകരൻ മുക്കുന്നത് കണ്ട് അടൂർ പ്രകാശ് മുക്കുന്നതാണ് ഇപ്പോൾ വലിയ കൗതുകമുണ്ടെടുത്തത്. കാരണം ആന മുക്കുന്നത് കണ്ട് ആട് മുക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇതിന് നേരെ വൈരുദ്ധ്യമാണ് അടൂർ പ്രകാശിൻ്റെ ചരിത്രം. അടൂർ പ്രകാശ് നമുക്കറിയാം ഒരു കച്ചവടക്കാരനാണ്. കോൺഗ്രസിൻ്റെ ഒരു ബലത്തിൽ നേരത്തെ ഒരു നിയമസഭയിൽ മത്സരിക്കുന്നു. അങ്ങനെ പടിപടിയായി കയറി വരാൻ ശ്രമിച്ച അടൂർ പ്രകാശിന് പെട്ടെന്ന് ലിഫ്റ്റ് കിട്ടിയത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് 2011-16 കാലഘട്ടത്തിൽ. അന്ന് ഈഴവ സമുദായത്തിൻ്റെ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ ഒരു പ്രമുഖ വകുപ്പ്, റവന്യൂ വകുപ്പ് എടുത്ത് നേരെ അടൂർ പ്രകാശിന് കൊടുക്കുന്നു. ഈ അടൂർ പ്രകാശിന് ഈ വകുപ്പ് കിട്ടിയതോടെ ഒരുതരം അർമാദമാണ് അടൂർ പ്രകാശ് ആ വകുപ്പിട്ട് നടത്തിയത്.
പിന്നീട് നമുക്കറിയാം എത്ര ആരോപണങ്ങൾ, എത്ര പേർക്ക് ആ റവന്യൂ ഭൂമി പതിച്ചു കൊടുത്തതടക്കം ഉമ്മൻചാണ്ടി നക്ഷത്രമെണ്ണി അടൂർ പ്രകാശിനെ ഈ വകുപ്പ് ഏൽപ്പിച്ച് ആ വകുപ്പിൽ ഇടപെടാൻ ഉമ്മൻചാണ്ടി കഴിയത്തില്ല. കാരണം അതിൽ സമുദായ ഇക്വേഷനുകളുണ്ട്. അന്ന് വെള്ളാപ്പള്ളി അടക്കം അടൂർ പ്രകാശിനൊപ്പം നിന്നു. പിന്നീട് അടൂർ പ്രകാശ് വളരെ തന്ത്രപൂർവ്വം ശിവഗിരി മഠത്തെ സ്വാധീനിച്ചു. മുമ്പൊന്നും ഈ ശിവഗിരി മഠം കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്ഫിയറിൽ ഇടപെടത്തില്ലായിരുന്നു. അവർ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ അടൂർ പ്രകാശ് വളരെ തന്ത്രപൂർവ്വം ശിവഗിരി മഠത്തെ സ്വാധീനിച്ച് ഇവിടെ ക്രിസ്ത്യൻ സഭ മെത്രാന്മാരും ഇവരുമൊക്കെ ഇതിൽ ഇടപെടുന്നു. സുകുമാരൻ നായർ പൊളിറ്റിക്കൽ സ്ഫിയറിൽ ഇടപെടുന്നു, വെള്ളാപ്പള്ളി ഇടപെടുന്നു. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ശിവഗിരി മഠത്തെ ഇളക്കി. അവർ പാവങ്ങളാണ്, അവർ ഈ പ്രാർത്ഥനയും ഭക്തിയുമായി കഴിയുന്ന ശിവഗിരി മഠത്തിലെ സ്വാമിമാർ ഇദ്ദേഹം പറയുന്നതൊക്കെ ശരിയാണെന്ന് കരുതി അവർ കളത്തിലിറങ്ങി ഹൈക്കമാൻഡിന് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തി ഈഴവ പ്രാതിനിധ്യം വേണം. ആർ ശങ്കറിന് ശേഷം കോൺഗ്രസ്സിന് ഒരു ഈഴവ മുഖ്യമന്ത്രിയെ ഇതുവരെ വാർത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ അടൂർ പ്രകാശുണ്ട് എന്ന തലത്തിൽ അടൂർ പ്രകാശിനെ വലിയ മഹത്വവൽക്കരിച്ചു. ഒരു മണ്ടത്തരം ഈ UDF കാട്ടിക്കൂട്ടിയിരുന്നു. UDF കൺവീനർ സ്ഥാനത്തേക്ക് ഒരു സമുദായ ഇക്വേഷൻ ഒപ്പിക്കുന്നതിൻ്റെ ഭാഗമായി, കാരണം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ്, പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അപ്പോൾ ഒരു സമുദായ ഇക്വേഷൻ ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായി UDF കൺവീനറാക്കി വരും. അന്ന് മുതൽ എന്നും തലവേദനയാണ്. പക്ഷേ ഈ ഒരു ഗ്യാപ്പിൽ അടൂർ പ്രകാശ് ഒരു തള്ളി. കാരണം കോന്നിയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചാൽ ഒന്നുകിൽ മുഖ്യമന്ത്രി സ്ഥാനം, ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഇടിച്ച് കിട്ടിയില്ലെങ്കിലോ അപ്പോൾ തന്നെ ആഭ്യന്തര വകുപ്പോ അല്ലെങ്കിൽ ധനകാര്യമോ റവന്യൂവോ ചോദിക്കാം. കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ളൊരു മന്ത്രിയാകും. 2011-16 ഉമ്മൻചാണ്ടി മന്ത്രിസഭയെ തുലച്ചടുക്കിയ ഒരു മന്ത്രിയാണെന്ന് ഓർക്കണം. ഇന്ന് ബാർക്കോഴ ആരോപണം KM മാണിക്കെതിരെ വരുന്നു. അതാണ് ആ മന്ത്രിസഭ തകർന്നടിയാനുള്ള കാരണം. ബാർക്കോഴ ആരോപണം ഉന്നയിച്ച ബിജു രമേശാണ്. ഇവർ തമ്മിൽ മക്കളെ കെട്ടിച്ചിരിക്കുന്നതാണ്. രണ്ടുപേരും വലിയ ബന്ധുക്കളാണ്. അന്ന് തന്നെ ബിജു രമേശിൻ്റെ ആരോപണത്തിന് പിന്നിൽ അടൂർ പ്രകാശിൻ്റെ കൈകളുണ്ട് എന്ന് പരസ്യമായ രഹസ്യമായിരുന്നു. എത്രയോ രാഷ്ട്രീയ നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അന്ന് ഉമ്മൻചാണ്ടിയെ വെള്ളം കുടിപ്പിച്ചു. പക്ഷെ അന്ന് ഉമ്മൻചാണ്ടിക്കൊപ്പമായിരുന്നു അടൂർ പ്രകാശ്. ആദ്യഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയുടെ വലിയ വിശ്വസ്തനായി വന്ന അടൂർ പ്രകാശ് പിന്നീട് ഉമ്മൻചാണ്ടിയുടെ പെറ്റായി മാറി. ഉമ്മൻചാണ്ടി പലപ്പോഴും വലിയ ലിഫ്റ്റ് കൊടുത്തിരുന്നു അടൂർ പ്രകാശിന്. അതിനൊന്നും നന്ദി ഉമ്മൻചാണ്ടിയോട് ഈ അടൂർ പ്രകാശ് കാട്ടിയിട്ടില്ല. അടൂർ പ്രകാശിന് മുന്നിൽ അധികാര ആർത്തി അത് മാത്രമേ ഉള്ളൂ. ഏതു വിധത്തിലെങ്കിലും അധികാരത്തിലേക്ക് അള്ളിക്കയറി നിൽക്കണം, പരമാവധി അതിൻ്റെ ഒരു സുഖം ആസ്വദിക്കണം. അധികാര ആർത്തിയാണ് അടൂർ പ്രകാശിനെ പോലൊരു നേതാവിനെ ഇപ്പോൾ ജനങ്ങൾ പരിഹസിക്കുന്ന തലത്തിലേക്ക് എത്തിക്കാനുള്ള കാരണം ഒരു ഉളുപ്പ് വേണ്ട. ഒരു മിനിമം ഉളുപ്പില്ലാത്ത തലത്തിൽ KS ഇറങ്ങിയത് കണ്ട് KSൻ്റെ അവകാശവാദം ശരിയാണെങ്കിൽ എനിക്കും അവകാശവാദം ഉന്നയിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടൂർ പ്രകാശ് കളത്തിലിറങ്ങിയപ്പോൾ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. ഭരണം കിട്ടിയിട്ടില്ല, മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തിട്ടില്ല. അതിനു മുമ്പ് തന്നെ നേതാക്കൾ പൂർണ്ണമായിട്ട് സ്ഥാനാർത്ഥി പട്ടിക പോലും വന്നിട്ടില്ല. സ്ഥാനാർത്ഥി പട്ടിക ഇതുവരെ പൂർണ്ണമായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല. 5 സ്ഥലത്താണ്. പെരുമ്പാവൂരിലൊക്കെ എൽദോസ് കുന്നപ്പള്ളി ഇന്ന് സ്വതന്ത്രനായി പ്രവർത്തനം തുടങ്ങി. എത്ര സ്ഥലത്ത് അലോഷ്യ സേവർ രാജി എഴുതി കൊണ്ടുപോയി ഒരു വിധത്തിലാണ് കയ്യേകാലെ പിടിച്ച് രാജി പിൻവലിച്ചത്. മിക്ക മണ്ഡലങ്ങളിലും വിമതശല്യം നമുക്കറിയാം. ഇടുക്കിയിൽ റോഹിക്ക പൗലോസിനെതിരെ, അത് പിന്നെ ഘടകകക്ഷികളാണ്. ജോസഫ് ഗ്രൂപ്പ് ഇപ്പോൾ പച്ചയ്ക്ക് പരസ്യമായി ഇറങ്ങിയിരിക്കുകയാണ്. അവിടെ ഒരു വെട്ടിക്കുഴിയുണ്ട്, വെട്ടിക്കുഴിയും എതിരാണ്. മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് വലിയ പ്രതിസന്ധി ഇപ്പോൾ നേരിടുകയാണ്. ഇപ്പോൾ ഈ പ്രതിസന്ധികൾ ഇങ്ങനെ മുന്നോട്ട് നിൽക്കുമ്പോൾ പലയിടത്തും ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഒരു ഘടകമല്ലേ? പ്രത്യേകിച്ച് മാധ്യമങ്ങളും LDFും BJPയും ഒക്കെ തന്നെ ഇതൊരു ആയുധമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇതിൽ നമ്മുടെ ഇവിടുത്തെ മാപ്രകൾക്ക് വലിയൊരു സന്തോഷിക്കാൻ വകുപ്പുണ്ട്. കാരണം കഴിഞ്ഞ ഒരു 10-30 ദിവസമായിട്ട് ഈ PRD കൊടുക്കുന്ന പരസ്യം വലിയ പരസ്യമാണ്. കോടികളാണ് പമ്പ് ചെയ്തുകൊണ്ടിരുന്നത് കിഫ്ബി വഴിയൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിനൊരു നന്ദി കാണിക്കാൻ പറ്റുന്നില്ല സർക്കാരിനോട്. വലിയ ജനവിരുദ്ധത ഭരണകൂടത്തോട്, വലിയ ഭരണകൂട വിരുദ്ധത കേരളത്തിൽ അലയടിക്കുന്നുണ്ടായിരുന്നു. പിണറായി വിജയൻ സർക്കാർ ഇനിയും വരരുത് എന്ന് പ്രതിപക്ഷത്തേക്കാൾ കൂടുതൽ കേരളത്തിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നു, സമൂഹ മാധ്യമങ്ങൾ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു വലിയ വികാരം കേരളത്തിൽ അലതല്ലുമ്പോഴാണ് പെട്ടെന്ന് കോൺഗ്രസ് ക്യാമ്പിലെ ഈ ഒരു വളരെ ദുസ്സഹമായ ഒരു നാറ്റം പുറത്തേക്ക് വമിക്കുന്നത്. പിന്നീടാണ് കോൺഗ്രസിൻ്റെ ആസ്ഥാനം അത്ര ഭദ്രമല്ല എന്ന് നാട്ടുകാർക്ക് ബോധ്യം വരുന്നത്. ഇത് മാധ്യമങ്ങൾ അക്ഷരാർത്ഥത്തിൽ ആഘോഷിക്കുക. കാരണം അവർക്കൊരു ചാൻസാണ്. ഇപ്പോൾ സർക്കാരിന് എന്തെങ്കിലും CPMന് എന്തെങ്കിലും ഒരു ഗുണം കിട്ടിക്കോട്ടെ എന്ന് വെച്ച് അതിന് കോൺഗ്രസ്സുകാർ തന്നെയാണ് ഉത്തരവാദികൾ. അപ്പുറത്ത് നമുക്ക് CPMൻ്റെ കാര്യം എടുത്തേ, അവരൊരു കെട്ടുറപ്പോടെ നീങ്ങുന്നു. നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഒരു ക്യാപ്റ്റൻ, അത് പിണറായി വിജയൻ, തോറ്റാലും ജയിച്ചാലും ആ ക്യാപ്റ്റൻസിയിൽ അവർ മുന്നോട്ട് പോകുന്നു.
എതിർ സ്വരങ്ങളില്ല. ജി സുധാകരനെ പോലുള്ള ഒറ്റപ്പെട്ട എതിർ സ്വരങ്ങൾ മാത്രം. പക്ഷെ അതൊക്കെ കട്ടയ്ക്ക് നിന്നു. സുധാകരൻ്റെ കാര്യത്തിൽ പാർട്ടി അനുനയ സംഭാഷണം നടത്തി, വഴങ്ങുന്നില്ല. ശരി, സുധാകരൻ്റെ വഴിക്ക് പോട്ടെ. ഇത് ഹൈക്കമാൻഡ് മുട്ടയിലഴിയുന്നു, നിലത്ത് വീഴുന്നു, തൊഴുന്നു, ഏറ്റവും ഒടുവിൽ ലിസ്റ്റ് തിരുത്തു എന്ന് പറയുന്നു. എന്നാൽ തിരുത്തിയ ലിസ്റ്റ് പുറത്തു വിടാനുള്ള കട്സില്ല. അങ്ങനെ ഒരു ഉളുപ്പുമില്ലാതെ ഏറ്റവും അപകർഷകമായ തലത്തിൽ മുട്ടിലെഴിയുന്ന കാഴ്ചയാണ്. അതിന് ചിലർ ന്യായീകരണമൊക്കെ നടത്തുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ദുർബലമാണ്, കേന്ദ്രത്തിൽ അധികാരത്തിലില്ല, നമുക്ക് കേന്ദ്രഭരണമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയല്ല, ഇവരെയൊക്കെ നമ്മൾ വരച്ച വരെ നിർത്തും. അത് തന്നെയാണ് CPM-നും പറയാനുള്ളത്. അവർക്ക് കേന്ദ്രഭരണമില്ല, ഇവിടുത്തെ ഭരണം മാത്രമേ ഉള്ളൂ. അടുത്ത തവണ ഭരണം കിട്ടുമോ എന്ന് പോലും അറിയില്ല. എന്നിട്ടും അവിടെ പൊട്ടിത്തെറികൾ കുറവാണ്. CPM-ൽ മാത്രമല്ല, അവരുടെ ഘടകകക്ഷികളുടെ കാര്യം എടുത്തേ, കേരള കോൺഗ്രസ് ജോസഫ് മാണി വിഭാഗം, മറ്റ് ഘടകകക്ഷികൾ CPI, ഇതിലൊന്നും ഒരു പൊട്ടിത്തെറിയും കാണുന്നില്ല. അവരുടെയൊക്കെ സ്ഥാനാർത്ഥി നിർണ്ണയം ഏറെക്കുറെ ഭദ്രമായിരുന്നു. എന്നാൽ നേരെ തിരിച്ചോ, മുസ്ലിം ലീഗ് ഇവിടെ തീക്കൂടി കിടന്ന് പൊള്ളയുകയോ. മിക്ക ജോസഫ് ഗ്രൂപ്പിലോ പല സ്ഥലങ്ങളിലും തെരുവിൽ കിടന്ന് അവരുടെ നേതാക്കൾ അടി കൂടുകയാണ്. തിരുവല്ലയിലൊക്കെ ജോസഫ് പുതുശ്ശേരി ചൂട്ടുകറ്റയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്, ഇപ്പോൾ കത്തിക്കുമെന്ന് എന്ന് പറഞ്ഞ് ഭീകരാവസ്ഥയാണ്. അതിനിടയിലാണ് ഈ കോൺഗ്രസ് ക്യാമ്പിൽ ഇവരെയൊക്കെ നിലയ്ക്ക് നിർത്താൻ കോൺഗ്രസിനും മിണ്ടാൻ പറ്റുമോ ഘടകകക്ഷികളോട്? കോൺഗ്രസ് ക്യാമ്പ് തമ്മിലടിച്ച് വെട്ടിപ്പിളർന്ന് വല്ലാത്ത ഭീകരാവസ്ഥയിൽ അടൂർ പ്രകാശിനെ പോലെയുള്ള അധികാര ആർത്തി പൂണ്ട ഇത്തരം കഥാപാത്രങ്ങളാണ് ഈ കോൺഗ്രസിനെ തകർക്കുന്നത്, നശിപ്പിക്കുന്നത്, ജനങ്ങൾക്ക് മുന്നിൽ ഇത്രയേറെ പരിഹാസ്യരാക്കുന്നത്. ഇവരൊക്കെ അധികാരത്തിൽ വന്നാൽ എന്താ സ്ഥിതി? മന്ത്രിസ്ഥാനത്തിന് വേണ്ടി എന്ത് വൃത്തികേടും കാട്ടില്ലേ? അവിടെ ഒരു ക്യാപ്റ്റൻസി ഇല്ല. സതീശന് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയുമോ? അവിടെ KC-യുടെ താല്പര്യം നോക്കണ്ടേ? KC ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയുമോ? KC ബാക്കി എല്ലാവരും കൂടി വെട്ടിനിരത്തില്ലേ? ഇന്ന് മാത്രമല്ല, ഇവരുടെ ഒന്നും ഇന്നലകൾ അത്ര ഭദ്രമല്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവരൊക്കെ തെരുവിൽ അലക്കപ്പെടും. അപ്പോൾ ഇതാണ് UDF കൂടാരത്തിൽ സംഭവിച്ചൊരു ദുരന്തം. വലിയ നിരാശയിലാണ് കോൺഗ്രസ് പ്രവർത്തകരും അനുയായികളുമൊക്കെ. ഇവർ ഈ ഡൽഹി ചർച്ചകളിലൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? രാത്രിയും പകലും ചർച്ച ചെയ്യുന്നതല്ലാതെ ഒരു കാര്യവും മുന്നോട്ട് നീങ്ങുന്നില്ല. ഗതികെട്ട് ചില നേതാക്കൾ മണ്ഡലത്തിലെത്തി അവരുടെ പ്രചരണം തുടങ്ങി. കാരണം ആകെ 10-20 ദിവസമുള്ളൂ. 9-ാം തീയതി ഇലക്ഷൻ. ഇനി ഒരു 10-20 ദിവസം, അവസാനത്തെ ദിവസമൊന്നും പ്രചരണം ഇല്ലല്ലോ. 10-18 ഒരുങ്ങി വരുമ്പോഴേക്കും ഒരു 5-6 ദിവസം പോകും. ഒരു 10 ദിവസം പോലും ഇല്ല. CPM LDF സ്ഥാനാർത്ഥികൾ ബഹുദൂരം മുന്നോട്ട് പോയി. അവരുടെ എല്ലാ ഫ്ലെക്സുകളും പോസ്റ്ററുകളും ഒക്കെ നിരന്നു. അവർ ആദ്യത്തെ റോഡ് ഷോ കംപ്ലീറ്റ് ചെയ്തു. മണ്ഡല പര്യടനത്തിൻ്റെ വാഹന മണ്ഡല പര്യടനം കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ ഒന്നും ആയില്ല, ഒന്നും തുടങ്ങിയിട്ടില്ല. വളരെ വിചിത്രമാണ് കാഴ്ചകൾ. ഇപ്പോൾ കോൺഗ്രസിന് കാലം മുന്നിൽ BJP ഒരുപടി മുന്നിലാണെന്ന് പറയുന്നതിലും തെറ്റില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. അതുപോലെ തന്നെ കേവലം ഈ 20 ദിവസം മാത്രം ബാക്കി നിൽക്കുന്നു. ഇതിനിടയിൽ ഇത്തരത്തിലുള്ള കീറാമുട്ടികൾ, ഇങ്ങനെയുള്ള വഴക്കുകൾ, വിടലപ്പിണക്കങ്ങൾ, ഇതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള സമയമുണ്ടോ? ഇത് കഴിഞ്ഞ് പ്രചരണത്തിന് എപ്പോഴായിരിക്കും കോൺഗ്രസിന് ഇറങ്ങാൻ കഴിയില്ല? ഈ തേങ്ങ ഉടയ്ക്കേണ്ടത്, തേങ്ങ ഉടയ്ക്കിയ സ്വാമി എന്ന് പറഞ്ഞ് ഇന്നലെ രാവിലെ മുതൽ നിൽക്കുക ഡൽഹിയിൽ ഇവിടെ ആൾക്കാർ. ആ ലിസ്റ്റ്, സെക്കൻഡ് ലിസ്റ്റ് ഇറക്കണ്ടേ? 55 പേരുടെ ലിസ്റ്റേ വിട്ടുള്ളൂ. ഇവർ ആർത്തി പിടിച്ച് 10-95 സീറ്റ് പിടിച്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. അതിനകത്ത് 40 സീറ്റിൻ്റെ സ്ഥാനാർത്ഥികളെ ഇതുവരെ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ചില സ്ഥലങ്ങളിൽ പോയി സ്ഥാനാർത്ഥികളോട് വർക്ക് ചെയ്യാൻ തുടങ്ങാൻ പറഞ്ഞു നേരത്തെ KPCC. ഏറ്റുമാനൂർ പോയി ജോസഫ് വാഴക്കൻ പാവ ഓഫീസൊക്കെ ഇട്ട് പോസ്റ്ററൊക്കെ അടിച്ചു കൊണ്ടുവന്ന് പണി തുടങ്ങിയപ്പോൾ ഇതാ നാട്ടക സുരേഷിനെ അവിടെ ഇന്നലെ രാത്രി വെച്ചു. അത് KC വേണുഗോപാലിൻ്റെ കളിയാണ്. KCക്ക് വാഴക്കനോട് അത്ര പ്രതിപത്തിയില്ല. എന്ന് മാത്രമല്ല, വാഴക്കൻ എല്ലാ കാലത്തും രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും വലിയൊരു വിശ്വസ്തനായിരുന്നു. ദുർഘടഘട്ടത്തിലൊന്നും രമേശിനെ സഹായിച്ചില്ല. അങ്ങനെ വഴിയാധാരമായി ഒരു വാഴക്കൻ. മറ്റു പല സ്ഥലങ്ങളിലും ഇതാണ് ഇപ്പോൾ. ദീപ്തി അവസ്ഥ ഇതുപോലെ തന്നെയാണ്. ദീപ്തി മേരി വർഗീസ് KC വേണുഗോപാലിൻ്റെ ആളായതുകൊണ്ട് വലിയ പ്രതീക്ഷയിലായിരുന്നു. അതുകൊണ്ട് പോസ്റ്റ് വരെ അടിച്ച്. പക്ഷെ അവിടെ BD കയറി ആർത്തു. BD കട്ടയ്ക്ക് മുഹമ്മദ് ഷിയാസിനെ വട്ടം പിടിച്ചപ്പോൾ KCക്ക് ഒരു കാര്യം മനസ്സിലായി. ദീപ്തി മേരി വർഗീസ് ഒരു വ്യക്തി മാത്രമാണ്, മുഹമ്മദ് ഷിയാസ് ഒരു പ്രസ്ഥാനമാണ്. അദ്ദേഹത്തിന് കീഴിൽ ഒട്ടനവധി MLA-മാർ വരാം. അദ്ദേഹത്തിന് ഒരുപാട് പേരെ സ്വാധീനിക്കാൻ കഴിയും. പിന്നീട് ഈ തലയെണ്ണുമ്പോൾ പ്രശ്നം വരും KCക്കൊക്കെ. അതുകൊണ്ടാണ് സറണ്ടർ ചെയ്തത്. ഇവരെല്ലാം ഇവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് മുന്നിൽ സറണ്ടർ ചെയ്തും വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് ഓരോരുത്തരെ പ്രൊജക്റ്റ് ചെയ്തും ഒരു വിചിത്രമായ സ്ഥാനാർത്ഥി ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഒരു പരിധിവരെ കുറേ നല്ല സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ട്. അതൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് 3ാം പിണറായി വിജയൻ സർക്കാരിനെ ഇപ്പോൾ തകർക്കും എന്നൊക്കെ നമുക്ക് അങ്ങ് മൗഢ്യമായി വിചാരിക്കാൻ കഴിയില്ല. പഠിക്കൽ കല ഉടച്ച ഒരു പ്രതീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെയും UDF-ൻ്റെയും നിൽപ്പ്. ഈ വിഷയങ്ങൾ, ഈ വാർത്തയാകുന്ന സംഭവങ്ങളൊക്കെ തന്നെ തിരഞ്ഞെടുപ്പിൽ അത് സ്വാധീനിക്കുമോ? ജയസാധ്യത, അതായത് പറയുന്നുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ആ ഒരു ഓളം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഇത്തരം എതിർപ്പുകളില്ല. വിമതരൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും അപ്രസക്തമായ ചില നീക്കങ്ങളാണ്. ഇതങ്ങനെയല്ല. ഇതൊരു കൊടുങ്കാറ്റ് പോലെ സുധാകരൻ ഇങ്ങ് വന്നു. ഒരു
തൊട്ടപ്പുറത്ത് അടൂർ പ്രകാശിൻ്റെ വലിയ ബഹളം, അടൂർ പ്രകാശിന് വലിയ വാർത്താ പ്രാധാന്യം കണ്ടത് സുധാകരനുള്ളത് കൊണ്ടാണ്. ഈ സുധാകര വിഷയം ഇങ്ങനെ കേരളത്തിലെ കോൺഗ്രസിനെ തന്നെ ദഹിപ്പിക്കുന്ന തലത്തിലേക്ക് കത്തിയാളാൻ ഇവർ അനുവദിക്കരുതായിരുന്നു. അവിടെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് വന്ന ഒരു വലിയ വീഴ്ച. അപ്പോൾ ഈ തെക്കും വടക്കും ആകെ വടക്കായ ഈ ഒരു സാഹചര്യത്തിൽ ഇനി നമുക്ക് മുന്നോട്ട് തിരുവനന്തപുരം മുഴുവൻ കോളം. തിരുവനന്തപുരത്ത് ഇപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥികൾ നമ്മുടെ ശരത്ചന്ദ്ര പ്രസാദ് ഒക്കെയാണ് പ്രതീക്ഷ ജയസഹിലിനെ ഇവിടെ നല്ല സ്ട്രോങ് സ്ഥാനാർത്ഥികളാണ് LDF-ന്. പല സ്ഥലത്തും അതാ സംഭവിക്കുന്നത്. LDF-ന്റെ സ്ഥാനാർത്ഥികൾ നല്ലതാണ്. അവർ MLA-മാരൊക്കെ ആയിട്ട് ജനങ്ങൾക്കിടയിൽ നിന്ന് കഴിഞ്ഞ 10 വർഷമായിട്ട് അവരുടെ പൈസയുണ്ട്. മണ്ഡലത്തിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 10 വർഷം ഇങ്ങനെ ഒരു മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ കുറേ ബന്ധങ്ങളുണ്ടാവും. ഇതിൽ ഇന്നലെ ഞാൻ ഏതോ ഒരു ചാനൽ ചർച്ചയിൽ ഇടതുപക്ഷത്തിൻ്റെ അനിൽകുമാറാണെന്ന് തോന്നുന്നു ഒരു കമൻറ്റ് പറഞ്ഞത് കറക്റ്റാണ്. അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 2011-16 നിങ്ങൾ വിജയിച്ചു UDF, പക്ഷെ 2 സീറ്റിലാണ്. 2 സീറ്റിന് ഭൂരിപക്ഷമുള്ള ഒന്ന്, അതും കളിച്ചുണ്ടാക്കിയതാണ്. നെയ്യാറ്റിൻകരയിൽ നിന്ന് നമ്മൾ PC ഒരുത്തിനെ ഒരാളെ പൊക്കിക്കൊണ്ട് വന്ന് സെറ്റ് ചെയ്തതാണ്. അത് കഴിഞ്ഞ് 2021 നല്ല ഭൂരിപക്ഷത്തോടെ LDF അധികാരത്തിൽ വന്നു. 2016 2021 ആയപ്പോൾ 100 സീറ്റിന്റെ ഭൂരിപക്ഷത്തിലേക്ക് വന്നു. ഇവിടെ എന്ത് തരംഗം ഉണ്ടായാലും നിങ്ങൾക്കൊരു 70 സീറ്റിൽ എത്താൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെയാണ് ഈ കോൺഗ്രസ്സുകാർ തമ്മിലടിച്ച് അലമ്പുണ്ടാക്കി പരസ്പരം കുത്തിക്കീറി നശിച്ച് നാറാണത്തിൽ പിടിച്ച് താഴെ വീഴുന്നത്. കഷ്ടം തന്നെയല്ലേ. അപ്പോൾ ഉള്ളതുകൂടി ഇല്ലാതാക്കും എന്നുള്ളൊരു ആക്ഷേപം ഇതിനോടകം തന്നെ ഉയർന്ന് കേൾക്കുന്നുണ്ട്. വളരെ വേഗത്തിൽ ഇതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ സ്ഥിതി ആകെ പരിങ്ങല്ലാവും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അല്ല, ചിലർ ചോദിക്കും നിങ്ങൾക്ക് ഒരു കാഴ്ചപ്പാടൊക്കെ വേണ്ടേ ഈ അധികാരത്തിൽ നിന്ന് ഇവരെ അകറ്റേണ്ടതെന്നോ. നമ്മൾ മാധ്യമ പ്രവർത്തകരാണ്, നമുക്ക് കാണുന്നത് പറയാനാണ് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോൾ LDF എന്നോ UDF എന്നോ ഇല്ല. അധികാരം ദുഷിക്കുമ്പോൾ അധികാരം ദുഷിച്ചു എന്ന് നമ്മൾ ഉച്ചത്തിൽ പറയും. അതുപോലെ പ്രതിപക്ഷം ദുഷിക്കുമ്പോൾ പ്രതിപക്ഷം ദുഷിച്ചു എന്ന് പറയേണ്ടി വരും. അവിടെ നമുക്ക് ഭരണവിരുദ്ധത അതിൻ്റെ പേരിലൊന്നും എല്ലാ ദുഷിപ്പും കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിലെങ്കിലും ഈ പ്രശ്നം പരിഹരിച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനെങ്കിലും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം.